ഇപ്പോൾ ഓലയുടെ കാര്യത്തിൽ അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി. അതായത് ഇപ്പോൾ NCLT ഇപ്പോൾ എന്താണ് ലിക്വിഡേഷൻ പ്രോസസ്സ് ഡ്രൈവ് ചെയ്തിരിക്കുന്ന ഒരു സപ്ലയർ എന്നുള്ളതാണ്. ഏതാണ്ട് 22.5 crores കൊടുക്കാത്തതിലെങ്ങാണ്ടാണ് ഒരു ഇൻസോൾവൻസിക്ക് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഏതാണ്ട് 100 മുകളിൽ പോയ ഒരു സ്റ്റോക്ക്. എന്നാൽ എനിക്ക് തോന്നുന്നു 76 കണ്ട ലിസ്റ്റ് ചെയ്തതാണ് അല്ലേ. ഇപ്പൊ 46 രൂപ 47 രൂപയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇന്നൊരു 46.37 ഒരു ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. 50.9 എന്നൊരു നിലയിലേക്ക് എത്തുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്നലത്തെ ഒരു ഇടിവിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു നീജർക്ക് റിയാക്ഷൻ ആണ്. നമ്മളിപ്പോൾ ജനങ്ങളുടെ അടുത്ത് പങ്കുവെക്കേണ്ടത് എന്താണെന്നറിയോ? അതായത് ഓല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് കമ്പനിക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല, പ്രോഫിറ്റേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ബിസിനസ്സിന് ഭയങ്കര സ്കോപ്പും പൊട്ടൻഷ്യലും ഉണ്ട്, മാനേജ്മെന്റ് കോൺഫിഡൻസും ആണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ, ചിലപ്പോൾ ഇന്ന് സ്റ്റോക്ക് ചിലപ്പോൾ കയറിയേക്കാം. കാര്യം ഇതിന്റെ പ്രൊമോട്ടറിന്റെ ഹോൾഡിംഗ് ഏതാണ്ട് 36% കണ്ടുണ്ട്. 36%. എന്താണ് അതിന്റെ പ്രത്യേകത? ഞാൻ ഇവിടെ ജനങ്ങളോട് പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് പങ്കുവെക്കുന്നത് ഈ ഇൻസോൾവൻസി പ്രോസസ്സ് എന്താണെന്നുള്ളത്. ഈ ഇൻസോൾവൻസി പ്രോസസ്സ് എനിക്ക് വേണ്ടത്, എനിക്ക് തോന്നുന്നു ഒരു ഷെയർ ഹോൾഡിംഗ് 75% ഷെയർ ഹോൾഡേഴ്സും വോട്ട് ചെയ്താലാണ് ഇൻസോൾവൻസിയിലേക്ക് പോകുക. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വലിയ വിലയൊന്നുമില്ല. 75% മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു അലഗേഷൻസ് NCLT ബോർഡിലേക്ക് കൊണ്ടുവരാം. അതായത് അവർ ഞങ്ങളെ വേണ്ട വിധത്തിൽ നോക്കുന്നില്ല, ഗവനിക്കുന്നില്ല എന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു 75% ഷെയർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ തന്നെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു ഇൻസോൾവൻസി പെറ്റീഷൻ മൂവ് ചെയ്ത് ഒരു കമ്പനിയുടെ മുന്നോട്ട് കൊണ്ടുപോകും. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പേ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് 75% ഷെയർ ഹോൾഡേഴ്സ് പോകും. 36% ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയും മറ്റുള്ള കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും വിചാരിച്ചാൽ അത് നടക്കത്തൊന്നുമില്ല. എങ്കിലും അതൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. 22 ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ സപ്ലയർ ഒരു നെഗറ്റീവ് ഇംപ്രഷന് വേണ്ടിയിട്ടാണ് ആ കേസ് ഫയൽ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെ ഇൻസോൾവൻസി ഒരു പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് അതിൻ്റെ അസറ്റ്സ് ഒക്കെ വിറ്റ് എല്ലാം പൈസ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളതാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന് ആദ്യം പൈസ പോകണം ആർക്കെന്നറിയോ? ഈ എല്ലാ പൈസയും പോയി കഴിഞ്ഞാൽ ആദ്യം പോകണം എന്താ? ഈ ഇൻസോൾവൻസിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ ഇൻസോൾവൻസിക്ക് ഒരു കൺസൾട്ടൻ്റ് ഉണ്ട്, എക്സ്പേർട്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ, ബോർഡിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസും അതിന് ആദ്യം പേയ്മെൻറ്റ് എടുക്കും. രണ്ടാമത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആരാ? ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊളാട്രൽ മേടിച്ചിട്ട് ഇവർക്ക് ലോൺ കൊടുത്ത കമ്പനികളെയാണ് അവർ രണ്ടാമത് സെറ്റിൽ ചെയ്യുക. ഓക്കെ. മൂന്നാമത് എന്ന് പറയുന്നത് വേജസ് ആൻഡ് സാലറി. നമ്മുടെ അവിടെ എംപ്ലോയീസിൻ്റെ ലാസ്റ്റ് 24 മാസത്തെയോ സാലറിയൊക്കെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്. നാലാമത് അൺസെക്യൂർഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അതായത് ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കൊളാട്രൽ ഇല്ലാതെ പൈസ കൊടുത്തവരെ ആയിരിക്കാം പിന്നെ ബോർഡ് സെറ്റിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞെന്താ? ഗവൺമെൻറ് ഡ്യൂസ്, ടാക്സ്, ലയബിലിറ്റീസ് എന്നിങ്ങനെ കാര്യങ്ങളായിരിക്കും പിന്നെ സെറ്റിൽ ചെയ്യണത്. അത് കഴിഞ്ഞാണ് ഈ പറയുന്ന കംപ്ലൈൻറ്റ് കൊടുത്ത സപ്ലയറിനെയും വെൻഡറിനെയൊക്കെ സെറ്റിൽ ചെയ്യാൻ. അത് കഴിഞ്ഞ് ആരാ? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, അതായത് പ്രിഫറൻസ് ആയിട്ട് കമ്പനി ഷെയർ ഹോൾഡിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക്. നമ്മുടെ സാധാരണ ഇൻവെസ്റ്ററുടെ സ്ഥാനം എവിടെയെന്നറിയോ? ഏറ്റവും താഴെ, 8ാമത്. ഇവരെ എല്ലാം കൊടുത്തു തീർത്തിട്ട് താന്നാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മളൊരു ഷെയർ മേടിക്കുന്നതിനെ കുറിച്ച് വളരെ കോംപ്ലൈസൻ്റ് ആയിട്ടാണല്ലോ നമ്മൾ. അത് കയറാൻ ചാൻസ് ഉണ്ട്, അതിനകത്ത് ഇത് ഈ ഓർഡർ ബുക്ക് ഉണ്ട്, മറ്റേതുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇൻസോൾവൻസി, ഒരു ലിക്വിഡേഷൻ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്, നമുക്ക് എവിടെയാണ് പൈസ കിട്ടണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ഇതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ക്യാഷ് ഫ്ലോ ഉള്ള, നെറ്റ് പ്രോഫിറ്റ് ഉള്ള, അധികം ഡെപ്റ്റ് ഇല്ലാത്ത, പ്രൊമോട്ടർ പ്ലഡ്ജ് ഇല്ലാത്ത ക്വാളിറ്റി കമ്പനീസ്, അത് ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, ഏത് സെക്ടർ ആയിക്കോട്ടെ, അങ്ങനെ തിരഞ്ഞെടുത്ത് പോകണം എന്ന് നമ്മൾ എന്നും പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ക്രിറ്റിക്സ് നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കിപ്പം സാർ ഫണ്ടമെന്റലി പറഞ്ഞോളൂ, നമുക്ക് അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മളോടൊപ്പം ഡെസ്കിൽ നിന്ന് ഒലയുടെ ഒരു ടെക്നിക്കൽസ് ഒന്ന് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ആനന്ദ് ആനന്ദ് ഇപ്പോൾ ഒലയിലെ ഒരു കേസിലേക്ക് നോക്കുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്നലത്തെ ഒരു ഇടിവിൽ നിന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഒല ഇലക്ട്രിക്കിന് സാധിക്കുന്നുണ്ട്. ഒലയുടെ ഒരു ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണ് ആനന്ദ് വിലയിരുത്തുന്നത്? അല്ല, ഒലയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഓല ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഏകദേശം ഒരു 75 രൂപീസിനാണ്. 75 രൂപീസിനാണ് ഓല ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്നിട്ട് ഏകദേശം ഒരു 2 വീക്സോളം നല്ലൊരു ഹെവി റാലി നമുക്ക് ഓലയിൽ കാണാൻ കഴിയും. 2 വീക്സിൽ അറൗണ്ട് 3 വീക്സ്. ആ ഒരു 3 വീക്സിൽ ഓൾമോസ്റ്റ് 100% റിട്ടേൺസ് ആണ് ഓല തന്നത്. അത് 75 രൂപയിൽ നിന്ന് ഏകദേശം 156 രൂപയോളം പോയി. എന്നിട്ട് നല്ല ഒരു വളരെ ഹ്യൂജ് സെല്ലിംഗ് നമുക്ക് ഓലയിൽ കാണാൻ പറ്റി. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രൈസിനേക്കാൾ ഏകദേശം 3 മാസം കഴിഞ്ഞ് അതായത് നവംബർ 4-ാം തീയതി ഓൾമോസ്റ്റ് ആ ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്താണ് ഓല നിൽക്കുന്നത്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഓല നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 50 രൂപയിലാണ്. ആൻഡ് ഇന്നത്തെ ദിവസം ഏകദേശം 8.63% ഒരു മുന്നേറ്റം നമുക്ക് ഓലയെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ബട്ട്
ഓലയുടെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഓലയിൽ സ്റ്റിൽ ഒരു ഹെവിലി ഒരു ഹെവിലി ബെയറിഷ്നെസ് തന്നെയാണ് ഓലയിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് നോക്കുകയാണെങ്കിൽ വീണ്ടും സെൽ ഓഫുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. ആൻഡ് നോക്കുകയാണെങ്കിൽ ഓലയുടെ നിലവിലത്തെ ഓൾ ടൈം ലോ എന്ന് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അറൗണ്ട് ആ ഒരു ലോ തന്നെയാണ്. അതായത് ലോ എന്ന് പറയുന്നത് ഏകദേശം 46.37 റുപ്പീസ് നമുക്കൊരു സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിക്കൽ ലെവൽസാണ്. അതായത് 40, 35, 30, 25, 20 നമുക്ക് അങ്ങനത്തെ ലെവൽസാണ് പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ബട്ട് സ്റ്റിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ഓലയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേം റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 60 റുപ്പീസാണ്. ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 75 രൂപയാണ്.